ഹലോ ഗായ്സ്, കണ്ടില്ലേ രാവിലത്തെ അങ്കത്തരത്തിന്റെ കളികളാണ് ഇപ്പൊ. എത്രയാണെന്നറിയോ പാത്രം കഴുകാൻ? എനിക്ക് എന്തോരം മടിയാന്നറിയോ പാത്രം കഴുകാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ മടി ഉണ്ടോ പാത്രം കഴുകാന്? നമുക്ക് എല്ലാ പണികളൊക്കെ കുറേച്ചൊക്കെ കഴിയും. ഇപ്പൊ തുടച്ചാൽ ഒരു നേരം തുടച്ചാൽ മതി. തിരുമ്പാണെങ്കിൽ ഒരു നേരം നമുക്ക് തിരുമ്പിയാൽ മതി. പാത്രം നമ്മുടെ അടുക്കളയിൽ എന്തിനു കയറുന്നോ അപ്പൊ നമുക്ക് പാത്രം കഴുകാനുണ്ടാവും. അയ്യോ, എനിക്ക് എന്തോ ഒരു ദേഷ്യം എന്നറിയോ അതിൽ പണ്ടാറം. ആർക്കെങ്കിലും ദേഷ്യവും പാത്രം കഴുകാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പോ നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ കേട്ടോ ഒരുവിധമുള്ള പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ഉണ്ട്, അതൊക്കെ ഒന്ന് കഴുകി മുഴുവനാക്കാട്ടോ. നമുക്ക് കണ്ട പാത്രങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് വേസ്റ്റ് ഉണ്ട്. ഇത് 2-3 പാത്രം കൂടി ഉണ്ട്. ഇതാ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. കിടക്കുന്ന ഇതൊക്കെ ഒന്ന് അടിച്ചു വാരി ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കിയും കൂടി ചെയ്തിട്ട് വരാം. അപ്പോ നമ്മളെ പാത്രം കഴുകല് കഴിഞ്ഞു. രണ്ടിടയും കണ്ട എങ്ങനെ ഉണ്ടായിരുന്നു അടക്കളയാ. ഇപ്പൊ നോക്ക്, വൃത്തിയായില്ലേ? ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അടുക്കള വൃത്തിയായി. ഇനി നമുക്ക് വേറെ കുറച്ച് പണിയും കൂടി ഉണ്ട്. അപ്പൊ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതാ ഇത് ഞങ്ങള് റോഡാണ്, റോഡ് വരക്കിലാണ്. ഇത് വീടല്ല കേട്ടോ, ഇതൊരു കോട്ടേഴ്സ് ആണ്. 3 ഉണ്ട്. ഇതാ ഇവിടെ ഒന്നുണ്ട്, അപ്പുറത്ത് ഒന്നുണ്ട്. അപ്പുറത്തെ വീട്ടിലെ കുട്ടി കേട്ടോ എന്റെ കൂടെ ഡാൻസ് ഒക്കെ റീലെടുക്കാൻ വരുന്നുണ്ടല്ലോ, ആമി. ഇതെന്റെ മൂത്ത മോൻ, ഇത് 2ാമത്തത്. അപ്പൊ ഞങ്ങളൊക്കെ ഇതാ അന്ന് ലീവല്ലേ, ശനിയാഴ്ചയല്ലേ, ലീവല്ലേ. അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ വരലുണ്ട് കളിക്കാൻ. ഇന്ന് ആമിക്ക് പല്ലുവേദനയായിട്ടേ ആമി ഹോസ്പിറ്റലിൽ പോയിക്കാം. നേരത്തെ കാണിച്ചെന്നില്ലേ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാട്ടോ. എന്റെ കൂടെ റീൽ ചെയ്യല്ലേ ഒരു പെൺകുട്ടി, ആമി എന്ന് പറഞ്ഞിട്ട്. ഓളെ ഏട്ടനാണിത്. ആമിക്ക് പല്ലുവേദനയായിട്ടേ ആമീന്റെ അമ്മയും ആമിയും കൂടി ഡോക്ടറെ അടുത്ത് പോയിക്കാം. ഇത് വെറുതെ പഠിക്കൊന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. അവൻ പിന്നെ അവന്റെ മുടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അവന്റെ വിചാരം വലിയ മുടി ഉണ്ട് എന്നാ, അല്ല വല്ല നടക്കാണ് കേട്ടോ. എന്റെ കാലൊക്കെ ഒന്ന് പൊള്ളിയിട്ടുണ്ട്. കാല് പൊള്ളിന്ന് കാണിച്ചു കൊടുത്തേ, ഞാൻ കാണിച്ചു തരാട്ടാ. ഓനെ വണ്ടി കൊണ്ടുവച്ചതാണ്. ആ വണ്ടി ഇങ്ങനെ ഓടിച്ച് നല്ല ചൂടായിട്ട് വരുമ്പോ അതിന്റെ പുക അതിന് കൊണ്ടുപോയി വെച്ചതാ. അവന്റെ അച്ഛന്റെ വണ്ടി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇത് ചൂടറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവൻ എന്താക്കി അവിടെ കൊണ്ടുപോയി കാല് വെച്ച്. ഇപ്പൊ ഉണങ്ങിണ്ട് കേട്ടാ, കുറച്ചൊക്കെ ഉണങ്ങിണ്ട്. കുറച്ചൊരു 3-4 ദിവസമായി തുടങ്ങിയിട്ട്. എന്താ അവനെ കുറ്റം പറയുമ്പോളേ അവന്റെ ഡയലോഗ് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കഥകള്. ഇതാ ഇവരെന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട്. ആമി വന്ന നല്ല രസമായിരുന്നു. ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കാനും വീഡിയോയില് വരാനും ഒക്കെ. ഇവര് വെച്ച് തുടങ്ങിയതാ യൂട്യൂബ് ചാനല് കുട്ടിപ്പട്ടാളം. അവിടെ കളി. ആമീനെ കാണാനില്ല, കുറെ നേരമായി പോയിട്ട്. ഞങ്ങള് പല്ലുവേദന മാറിയിട്ട് ഞങ്ങള് റീലൊക്കെ എടുക്കും കേട്ടോ. അപ്പൊ എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. റോട്ടിൽ കൂടെ നായ്ക്കളെ സമ്മേളനം തോന്നുന്നു. എന്റെ അമ്മീ, ഇതൊന്നല്ലേട്ടാ, ഇതിന് മേലുണ്ട്. പുറകെ ഓടൂട്ടാ, ഇങ്ങോട്ട് പോരി. കണ്ടാ, ഇതാണ് ഇവരെ സ്വഭാവം. നായനെ കണ്ട നായനെ കല്ലെടുത്ത് എറിയാൻ നിൽക്കുക. അപ്പൊ എന്താ നായ തിരിച്ചു ഓടുന്നുള്ള ഒരു ചിന്തയും ഇല്ല എന്റെ മക്കൾക്ക്, ഒരു പേടിയില്ല. എന്താ കുരുത്തക്കേട്. വീട്ടിലുണ്ടെങ്കി എന്റെ അമ്മോ, നിങ്ങളെ വീട്ടിലുണ്ടോ ഇങ്ങനെ? അയ്യോ, എന്തോ ഒരു പാവന്നറിയോ. എന്താ മുതലെന്നറിയോ, എന്താ കുരുത്തക്കേടും വാശിന്നറിയോ. ആ കസാല മറിയും, വീണ് പോവും. അതാവും വീണെന്ന് പറയുന്നുണ്ടല്ലേ. ഞങ്ങളൊക്കെ എങ്ങനെയാട്ടോ. അതാ ഞങ്ങളെ കോട്ടേഴ്സ്. അപ്പൊ ഞങ്ങള് എന്റെ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പരിപാടി കേട്ടോ. ഇനി എന്താ, കുറച്ചിന്റെ ചോറ് കഴിക്കണം. ഇനി ആമി വരുമ്പോ നമുക്ക് വേറൊരു വീഡിയോ എടുക്കാം കേട്ടോ. ആമിന്റെ പല്ലൊക്കെ കാണിച്ചാൽ
ഇനി ഞങ്ങൾ ഓരോരോ തീർക്കും. ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മുടി കഴിഞ്ഞു. അപ്പോ ഞങ്ങൾ ഇനി സപ്പോർട്ട് ചെയ്യാട്ടോ എല്ലാവരും. അപ്പൊ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ ഓക്കെ, ബൈ.